ഇന്ന് നമുക്ക് ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മട്ടൺ, ചിക്കൻ, ബീഫ് എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ പറ്റും. ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ബീഫിലാണ് ഈ ചോറ് വെക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1 കിലോ എല്ലോട് കൂടിയ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ബീഫിനെ നമുക്കൊന്ന് കറി വെച്ചെടുക്കണം. നമുക്ക് ആദ്യം ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർക്കാം. അതുപോലെ 8 അല്ലി വെളുത്തുള്ളി, 8 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിനെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ എപ്പോഴും ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കണം, കാരണം എങ്കിലേ ആ ചോറിന് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ. അതുപോലെ 1 ടീസ്പൂൺ മീറ്റ് മസാല, അതായത് ഇറച്ചി മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ ഗരം മസാല. ഈ ഇറച്ചി മസാല ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗരം മസാല 1.5 ടീസ്പൂണോളം ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈരാണ് ഞാനിവിടെ ചേർത്തത്. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള തൈരായിരിക്കും. അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർക്കാം. ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിച്ചിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് നല്ല ഗ്രേവി ഉണ്ട്. നമ്മൾ കറി വെക്കുന്ന സമയത്ത് നല്ല ഗ്രേവിയോട് കൂടി തന്നെ കറി വെക്കണം. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന ആ ചെറിയ നേരിയ അരി, അതൊരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസ് അല്ല, ഈ നേരിയ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ നെയ്ച്ചോറ് വെക്കുന്ന അരിയാണ്. ഇതിനെ ഒന്ന് നമുക്ക് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. ഞാൻ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ബേ ലീഫ്, ഒരു 8 ഗ്രാമ്പു, അതുപോലെ 8 ഏലക്ക ഒന്ന് ചതച്ചെടുത്തത്, ഒരു ഉണക്ക നാരങ്ങ. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു വലിയ പാൻ വെച്ച് പാനിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം.
2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഒരു സവാള അരിഞ്ഞത് കൂടി ചേർക്കാം. ഇനി ഒരു സവാള ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. സവാള നന്നായി ഫ്രൈ ആയി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച അരി ചേർക്കാം. ഈ അരി ചേർത്തതിന് ശേഷം ഈ അരിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇറച്ചിക്കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തിളച്ച വെള്ളം ചേർക്കാം. ഈ വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അരിയുടെ മുകളിലേക്കായിട്ട് ഈ ഒരു ഗ്രേവി ഉണ്ടാവണം. ഇതുപോലെ അരിയുടെ മുകളിലായിട്ട് ഈ ഒരു ഗ്രേവി വരുന്ന വിധത്തിൽ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ഗ്രേവി കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ഇങ്ങനെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഇതിനെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവി ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം. അത് നിങ്ങൾ അതിൻ്റെ ആ ഒരു വെള്ളം നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പം നല്ല കറക്റ്റായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളം കൂടുതലാണ് തോന്നുമെങ്കിൽ മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പം വെള്ളം നന്നായി വറ്റി വന്നിട്ടുണ്ട്. വീണ്ടും നമുക്കിതിനൊന്ന് മുഴുവനായിട്ടൊന്ന് മറിച്ചിടാം. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് നല്ല കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.